എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി എന്ന് പറഞ്ഞാൽ അമൃതം പൊടി വെച്ചിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന നല്ല ഹെൽത്തി ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പിയാണ്. കുട്ടികളൊക്കെ ഉള്ള വീട്ടിൽ എപ്പോഴും ഉണ്ടാകുന്ന ഒന്നാണ് അമൃതം പൊടി. അപ്പോൾ അത് വെച്ചിട്ട് എങ്ങനെയാണ് അടിപൊളി സ്നാക്ക് ഉണ്ടാക്കുന്നത് നോക്കാം. നമുക്കിത് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് മെയിനായിട്ട് ആവശ്യം 1/4 കപ്പ് അളവിൽ അമൃതം പൊടിയാണ് കേട്ടോ. അപ്പോൾ അത് ഞാനൊരു ബൗളിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് ഒരു 1/4 കപ്പ് അളവിൽ ഗോതമ്പ് പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ വേണമെങ്കിൽ നിങ്ങൾ 1 ടീസ്പൂൺ അളവിൽ പഞ്ചസാര ചേർത്ത് കൊടുത്തോളൂ കേട്ടോ, ഇല്ലെങ്കിലും പ്രശ്നമൊന്നുമില്ല. പിന്നെ നമുക്ക് കുറച്ച് ഉപ്പും കൂടി ചേർത്തതിന് ശേഷം നല്ല തിളച്ച വെള്ളം ഒഴിച്ചിട്ട് വേണം നമ്മളിതൊന്ന് മിക്സ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. മിക്സ് ചെയ്യുമ്പോൾ നമ്മൾ ഓവർ വെള്ളം ചേർത്തിട്ടല്ല, ജസ്റ്റ് ഒന്ന് മിക്സ് ആക്കിയതിന് ശേഷം നല്ലപോലെ ചപ്പാത്തീൻ്റെ മാവൊക്കെ കുഴച്ചെടുക്കുന്ന രീതിയിൽ തന്നെ ഒന്ന് കുഴച്ചെടുക്കുകയാണ് കേട്ടോ അത് ചെയ്യുന്നത്. കൈ വെച്ചിട്ട് തന്നെ ഒന്ന് നല്ലപോലെ ഒന്ന് പ്രസ് ചെയ്ത് കുഴച്ചെടുത്താൽ മതി. കുറച്ച് എണ്ണയൊക്കെ ഒന്ന് തടവിയതിന് ശേഷം നമുക്കിതുപോലെ ഒന്ന് മാറ്റി വെക്കാം. ഫില്ലിങ്ങിന് വേണ്ടിയിട്ട് ഒരു നേന്ത്രപ്പഴം നല്ല ചെറുതായിട്ട് അരിഞ്ഞതാണ് കേട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അതിലേക്ക് നമുക്ക് കുറച്ച് തേങ്ങ ചേർത്ത് കൊടുക്കാം. പിന്നെ നമുക്ക് നല്ല മധുരമുള്ള പഴമാണെങ്കിൽ കുറച്ച് പഞ്ചസാര ചേർത്താൽ മതി, അല്ലെങ്കിൽ 1-2 ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടി ചേർത്തിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഫ്ലേവറിന് വേണ്ടിയിട്ട് നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ കുറച്ച് ഏലക്കാപ്പൊടി ചേർത്ത് കൊടുക്കാം കേട്ടോ. അതുപോലെ ഞാൻ ഇവിടെ 2 ടേബിൾ സ്പൂൺ അളവിൽ എള്ള് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇത് ഓപ്ഷണലാണ്, കയ്യിലുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാൻ നല്ല ഹെൽത്തി ആയിട്ടുള്ളതാവാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. എള്ളും കൂടിയൊക്കെ ചേർത്തിട്ട് ചെയ്തെടുക്കുമ്പോൾ ഇത് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് അറിയിക്കാനും മറക്കല്ലേ. നമ്മൾ റെഡിയാക്കി എടുത്തിട്ടുള്ള മാവ് 2-3 ബോൾസ് ആക്കി മാറ്റിയതിന് ശേഷം അതൊന്ന് ജസ്റ്റ് ഒന്ന് പരത്തിയെടുക്കണം കേട്ടോ. നമ്മൾ അത്യാവശ്യം നല്ല തിന്നായിട്ട് തന്നെ പരത്തിയെടുക്കാൻ വേണ്ടി ശ്രമിക്കുക. അതിന് ശേഷം അതിൻ്റെ സെൻറ്ററിൽ ഇതുപോലെ ഒന്ന് നീളത്തിൽ നമ്മൾ ഫില്ലിംഗ് ഒന്ന് വെച്ച് കൊടുത്തതിന് ശേഷം ഇതേ രീതിക്ക് ഒന്ന് കവർ ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. വായിലൊക്കെ ഉണ്ടെങ്കിൽ അതിൽ ചെയ്തെടുത്താൽ മതി, അപ്പോൾ നല്ലൊരു ഫ്ലേവർ ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് ആവി കയറ്റുന്ന പാത്രത്തിൽ വെച്ചിട്ട് ഒരു 5-10 മിനിറ്റ് ഒന്ന് ആവി കയറ്റിയെടുക്കാം. അതിന് ശേഷം നമ്മൾ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തിട്ടാണ് കേട്ടോ സേവ് ചെയ്യുന്നത്. അപ്പം കാണാനും നല്ലൊരു ഭംഗിയുണ്ടാവും, കുട്ടികൾക്കൊക്കെ തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. അപ്പോൾ അമൃതം പൊടി ഉള്ള വീട്ടിൽ എന്തായാലും ഇതുപോലെ ഒരു തവണയെങ്കിലും ട്രൈ ചെയ്ത് നോക്കാം. ട്രൈ ചെയ്ത് നോക്കിയതിന് ശേഷം കമൻറ്റ് ബോക്സിൽ റിവ്യൂ അറിയിക്കാൻ മറക്കല്ലേ. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോയിൽ കാണുന്നത് വരെ ബൈ. താങ്ക് യു.